വ്യക്തികൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഒരു മാമ്പഴം പോലെയുള്ള വ്യക്തിത്വം, മറ്റൊന്ന് ഒരു നാളികേരം പോലെയുള്ള വ്യക്തിത്വം. മാമ്പഴം പോലെയുള്ള വ്യക്തിത്വം എന്നാൽ എന്താണ് അർത്ഥമെന്നാൽ പുറമെ വളരെ മാർദ്ദവമായിരിക്കും, എന്നാൽ അകത്തേക്ക് പോകുമ്പോൾ കടുകട്ടിയായിട്ടുള്ള അതിൻ്റെ വിത്ത് അവിടെ ഉണ്ടായിരിക്കും. പുറമെ വളരെ മാർദ്ദവവും അകത്ത് വളരെ കടുകട്ടിയുമായിട്ടുള്ള മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവരെയാണ് മാമ്പഴ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്നാൽ ചില വ്യക്തികൾ നാളികേരം പോലെയായിരിക്കും. പുറമെ വളരെ കഠിനമായിരിക്കും, എന്നാൽ അകത്ത് ജലമായിരിക്കും. അതായത് പുറമെ അവർ കഠിനമായ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് വളരെ നിർമ്മലമായൊരു സ്വഭാവമായിരിക്കും ഉണ്ടാവുക. ഇതിലേത് വ്യക്തിത്വമാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടതാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. പുറമെ മാർദ്ദവമായ സ്വഭാവവും അകത്ത് കഠിനമായ ഒരു സ്വഭാവവും കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പുറമെ എല്ലാവരും ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് സുഹൃത്തുക്കൾ ഉണ്ടാവുകയും ബന്ധുക്കൾ ഉണ്ടാവുകയും എല്ലാം ചെയ്യും. എന്നാൽ നിങ്ങളിലേക്ക് അടുക്കും തോറും നിങ്ങളൊരു കഠിന ഹൃദയനാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ കാലം നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ നാളികേരം പോലെയുള്ളൊരു വ്യക്തിത്വമാണെങ്കിൽ നിങ്ങൾക്ക് പുറമെ എതിർപ്പുകളും വിമർശനങ്ങളും നേരിടേണ്ടതായി വരിക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളൊരു ശുദ്ധഗതിക്കാരനായത് കാരണത്താൽ നിങ്ങളിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാവുകയും നിങ്ങളോടൊപ്പം ആ ബന്ധം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. ഈ രണ്ട് സവിശേഷതകളാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പുറമേ മൃദുലമായൊരു മനസ്സ് കാണിച്ച് അകത്ത് കഠിനമായിരിക്കണമോ, അതോ പുറമേ കഠിനമായൊരു മനസ്സ് കാണിച്ച് അകത്ത് നിർമ്മലമായിരിക്കണമോ എന്നുള്ളത് ചിന്തിക്കൂ. കാരണം തീരുമാനം നിങ്ങളുടേതാണ്. അതനുഭവിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. വ്യക്തിത്വങ്ങൾ രണ്ടു തരമുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് വ്യക്തിത്വമാണെന്ന് തിരിച്ചറിയുകയും ഏത് വ്യക്തിത്വമാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ തീർച്ചയായും കൊണ്ടുവരേണ്ടതാണ്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാവുന്നതുമാണ്.